നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള വാശി മാത്രമേയുള്ളൂ. ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വായന പരിപൂർണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ വളരെ പ്രധാനമായും കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയെടുക്കണം എന്നുള്ള ചിന്തകൾ മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ കുറിച്ച് ഓർമ്മ വരുന്നത് പോലും, അല്ലെങ്കിൽ അത്തരമൊരു മനസ്സിലേക്ക് വരുന്ന ഒരു സങ്കല്പം ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെയാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും ഈ വ്യക്തിയുടെ ജീവിതം. പല രീതിയിലും പല വ്യക്തികളും പല സാഹചര്യങ്ങളിലും എല്ലാത്തിലും കൂടെ ഈ വ്യക്തിയെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ ഹൃദയം അത്രമേൽ മനസ്സിലാക്കിയിരുന്നില്ല. മറ്റുള്ളവരുടെ കാപട്യ മുഖം ഈ വ്യക്തി മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി മാത്രമാണ്. ഈ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ ഈ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുന്നതെല്ലാം നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യം വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ സ്നേഹം വേണം. എങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ, അതായത് ജോലി ചെയ്യുന്നതാകാം, പഠിക്കുന്നതാകാം, എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നില്ല. അതിൽ നിന്നുമൊക്കെ വളരെയധികം വിട്ടുമാറി നിൽക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള മനസ്സില്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനാവുക എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങളും സഹായികളും എല്ലാം തന്നെ ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്പോൾ സംതൃപ്തിപ്പെടുവാനോ സന്തോഷം കണ്ടെത്തുവാനോ ഈ വ്യക്തിക്ക് ആവുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുമൊക്കെ ശക്തിയേറിയ പോരാട്ടത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഹൃദയവും മനസാക്ഷിയും ഈ വ്യക്തിയെ കുത്തി നോവിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓരോ ചിന്തകളും ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് വ്യക്തമായി അതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. കാരണം മറുപടി കൊടുക്കാനുള്ള ഒരു കൃത്യമായ മറുപടി ഈ വ്യക്തിക്കില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇല്ലായ്മയിൽ നിന്നും മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ല. ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള സ്വസ്ഥതയും മനസ്സ് നിറഞ്ഞ സ്നേഹവും നിങ്ങളുടെ കരുതലും നിങ്ങളുടെ പ്രണയവും തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്.
അത് തീർത്തും വീണ്ടെടുക്കുവാനും നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതിന് ഏത് തരത്തിലും ഈ വ്യക്തി വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി ഈ വ്യക്തി അതിനു വേണ്ടി പ്രയത്നിക്കും. പക്ഷെ നമുക്കിവിടെ ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തിക്ക് അന്നും ഇന്നും ഈ പ്രണയബന്ധത്തിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസം, അതായത് ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചുറ്റിനും മൂർച്ചയേറിയ വാളുകൾ തന്നെയാണ് ഈ വ്യക്തിയെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെയാണ് അതിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. ആ ശത്രുക്കളുടെ യഥാർത്ഥ ഉദ്ദേശവും അവരുടെ കടന്നാക്രമണത്തിൽ നിന്നും രക്ഷ നേടാനും അവരുടെ മനസ്സിലുള്ള ദുരുദ്ദേശം എന്താണെന്നും ഈ വ്യക്തിയുടെ മനസ്സിലെ തീരുമാനവും അഭിപ്രായവും എന്താണെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ്. ഇവിടെ മറ്റു പല അവസരങ്ങളും ഈ വ്യക്തിക്ക് മുന്നിൽ വന്നിട്ട് പോലും അവയിലേക്ക് പരിപൂർണമായിട്ടും പോകാതെ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പാനപാത്രങ്ങളെല്ലാം ഈ വ്യക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള വിജയകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ. നമുക്കിവിടെ കുറച്ചുകൂടി നന്നായി പറയുകയാണെങ്കിൽ, എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാം. ഈ വ്യക്തിയെ സഹായിക്കുവാൻ മറ്റാരൊക്കെയോ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രചോദനം, സപ്പോർട്ടും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അത് സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നുമാകാം, അല്ലെങ്കിൽ പുതിയൊരു സുഹൃത്താകാം, വിശ്വസ്തയോ ആയിട്ടുള്ള സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം അറിയാവുന്ന മറ്റാരെങ്കിലും ആകാം. എന്തുകൊണ്ടോ പ്രപഞ്ചശക്തി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ കൂടുതൽ പ്രചോദനപ്പെടുത്തുന്ന രീതിയിലുള്ള, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റാരുടെയൊക്കെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു കച്ചിത്തുരുമ്പിൽ നിന്നും പിടിച്ചുകൊണ്ടാണ് ഈ വ്യക്തി പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർഘടം പിടിച്ച അവസ്ഥയാണ്. അതായത് നിങ്ങളിലേക്ക് വരുന്ന വഴി അതത്ര നിസ്സാരമല്ല. കല്ലും മുള്ളുകളും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും മോശപ്പെട്ട വ്യക്തികളെയും ഒക്കെ നേരിടേണ്ടി വരും. ഇതിൽ നിന്ന് മാത്രമേ എന്നേക്കുമായിട്ടുള്ള ഒരു ഊർജത്തിലേക്ക് വന്നു ചേരുവാൻ സാധിക്കുകയുള്ളൂ. എന്തു തന്നെ ആയാലും ഈ വ്യക്തിയുടെ ജീവിതത്തിലെ മോശപ്പെട്ട കാലഘട്ടമെല്ലാം തന്നെ തന്നിൽ നിന്നും വിട്ടുപോകുവാനും റിലീസ് ചെയ്യുവാനും ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്നു. ഈ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു, കീഴ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ചില പ്രതിസന്ധികൾക്ക് മുന്നിൽ ഈ വ്യക്തി മുട്ടുകുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾക്ക് മുന്നിൽ ഈ വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വ്യക്തി വീണ്ടും മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായി തന്നെ തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ലെവലിലേക്ക് തന്നെ ഈ പേഴ്സൺ വന്നു ചേരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ എന്താണോ ഇല്ലായ്മയായി നിന്നിരുന്നത്, അതിനെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നിറയ്ക്കുവാൻ ഈ വ്യക്തി തയ്യാറാണ്. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ വ്യക്തിക്ക് തെറ്റുപറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ട് ആ ഒരു തെറ്റുപറ്റിയ സ്ഥലത്ത് ഒരുപാട് നന്മകൾ കൊണ്ടും, എന്താണോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പോരായ്മകളായി ഉണ്ടായിരുന്നത് അതെല്ലാം നേട്ടങ്ങളാക്കി മാറ്റുകയാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഹൃദയത്തിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ, മുന്നോട്ടുള്ള ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടും സന്തോഷം അഭിനയിച്ചുകൊണ്ടും
മനസ്സിൽ എല്ലാവിധ വേദനകളും ഉള്ളിലൊതുക്കിക്കൊണ്ട് വരേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യത്തിനോട് ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.